നമസ്കാരം. റെനോയുടെ മീഡിയ ഡ്രൈവാണ് 2024 പുതിയ അപ്ഡേറ്റുകളുമായിട്ടുള്ള കൈഗർ, ട്രൈബർ, കിഡ് ഈ 3 മോഡലുകളുമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ നേരെ ഗോവയ്ക്ക് പോവാണ്. 3 ദിവസമാണ് ഈ ഒരു ഡ്രൈവിൻ്റെ ഒരു കാലാവധി. അതായത് ആദ്യം നമ്മൾ ഇവിടുന്ന് നേരെ മടികേരി, പിന്നെ അവിടുന്ന് ഗോകർണ, അവിടുന്ന് ഗോവ. അപ്പോൾ 3 ദിവസം 3 വണ്ടികളാണ് ഓടിക്കുന്നത്. അപ്പോൾ ഈ വണ്ടികൾക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്, അത് പോകുന്ന വഴിക്ക് പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്രൈവിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ഡ്രൈവ്, അതായത് ഒരു 3 ദിവസത്തെ ഒരു ഡ്രൈവ് ആണ് എന്ന് തന്നെയാണ്. നമ്മൾ അതിന് വഴിയെ പറയാം. വണ്ടികളൊക്കെ റെഡിയായി കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ആ കിടക്കുന്ന ആ ഒരു കിഡാണ്. ഇതാണ് ആ ഒരു കിഡ്. കൂർഗിലാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇന്നലെ രാത്രി നമ്മളെത്തി. അപ്പോൾ ബാംഗ്ലൂർ തുടങ്ങിയ യാത്ര കൂർഗ് എത്തിക്കാനായിട്ട് നമ്മളെ സഹായിച്ച വണ്ടി എന്ന് പറയുന്നത് റെനോ കിഡ് ക്ലൈംബറാണ്. അപ്പോൾ കിഡ് ക്ലൈംബർ എടുത്തത് ഫോർച്ചുനേറ്റ് ആണോ അൺഫോർച്ചുനേറ്റ് ആണോ, ഫണ്ണാണോ ഫണ്ണല്ലേ, ആ കാര്യങ്ങളാണ് പറയാനുള്ളത്. ആദ്യമേ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കിഡ് ഒരു ഹൈവേ കാറല്ല, കിഡ് ഒരു സിറ്റി കാറാണ്. കിഡിന് AMTക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിന് ആ ഒരു മാനുവൽ മോഡ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഓവർടേക്കിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ ഹൈവേ കയറി കഴിയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൈസൂർ ബാംഗ്ലൂർ ഹൈവേ കയറി കഴിയുമ്പോൾ ഒരു 100 കിലോമീറ്ററിന് പുറത്തൊക്കെ നമുക്ക് 5ാമത്തെ ഗിയറിൽ ഇങ്ങനെ പാട്ടും പാടി ഓടിച്ചു പോകാൻ പറ്റും. ഓക്കെ, സഡൻ ഓവർടേക്കിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഒരു ക്രൂസിങ് കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു സിറ്റി കാറാണ് ക്വിഡ് പീരീഡ്. ഇനി പുതിയ 2024 മോഡൽ ഇയറിൽ കുറച്ചധികം മാറ്റങ്ങൾ ഒരു വണ്ടിക്കകത്ത് കൊണ്ടുണ്ട്. ഇപ്പോൾ കിഡിനാണെങ്കിലും കൈഗറിനാണെങ്കിലും അതല്ല ഡ്രൈവറിനാണെങ്കിലും കിഡിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് പുതുതായിട്ട് വന്നിട്ടുള്ള കുറച്ച് ചേഞ്ചസ് എന്ന് പറയുന്നത് പുതിയൊരു വേരിയൻറ്റ് RXL-O എന്ന് പറഞ്ഞ വേരിയൻറ്റ് 4,99,000 രൂപയ്ക്ക്. അതിനകത്ത് ടച്ച് സ്ക്രീൻ വന്നു. ഈ പഴയ ടച്ച് സ്ക്രീനിൽ അവർ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള കാര്യങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ സീംലെസ് ആയിട്ട് നമുക്ക് മാപ്പെല്ലാം യൂസ് ചെയ്യുന്ന കാര്യമുണ്ട്. അതൊരു ഗുണമായിട്ട് കാണുന്ന കാര്യം. പിന്നെ പറയേണ്ട കാര്യം ഹിൽ ഹോൾഡ് അസിസ്റ്റ്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുമ്പോൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് എന്ന് പറയാം. വണ്ടി എടുക്കുമ്പോൾ പിന്നാക്കം പോകാതിരിക്കാനുള്ള ആ ഒരു കാര്യം. കൂടാതെ 14ഓളം സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ESP അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി പ്രോഗ്രാം പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. കൂടാതെ 5 ഡുവൽ ടോൺ കളറുകൾ കൂടി കൊണ്ടുവന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഡുവൽ ടോണും അല്ലെങ്കിൽ ബ്ലാക്ക് കളറും ഒക്കെ കാറുകളുടെ ഒരു കാര്യമായിട്ടാണ്. കാരണം പണ്ടൊക്കെ ഹീറോ പോലുള്ള കമ്പനികൾ ബൈക്കുകളുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കളർ ചേഞ്ച് ആയിട്ട് ഇറക്കാറുണ്ട്. ഇപ്പോൾ കാറുകളിലേക്കും ഒരു കാര്യം വന്നു, പ്രത്യേകിച്ചും ബ്ലാക്ക് കളർ. അതിൻ്റെ കാര്യം കൈകളിൽ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ക്വിഡ് ഒരു ഇത്തിരി കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി കാറായി മാറി എന്നുള്ളതാണ്. അതാണ് ഇന്നലത്തെ ഡ്രൈവിൽ മനസ്സിലായത്. പക്ഷേ ഇന്നത്തെ ഡ്രൈവിൽ പറ്റിയ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് 299 കിലോമീറ്ററോളം ഉള്ള ഡിസ്റ്റൻസ് ഞങ്ങൾക്ക് 399 മാറേണ്ടി വന്നു. കാരണം ബാംഗ്ലൂർ ഇന്നലെ ഡേറ്റ് ഞാൻ നടക്കണം, ഇന്നലെ ഇടിയും മഴയും ആ ഒരു കൊടുങ്കാറ്റുമായിരുന്നു. ബിൽ ബോർഡുകൾ, കറണ്ട് കമ്പികൾ, പോസ്റ്റുകളൊക്കെ നിലത്ത് വീണ് റോഡ് ബ്ലോക്കായി. അങ്ങനെ ഒരു ഡീവിയേഷൻ എടുക്കേണ്ടി വന്നു. ഈ ഡീവിയേഷൻ ഞങ്ങളെ വീണ്ടും ഹൈവേയിലെത്തിച്ചു. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും കൊതിയനും കൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഹൈവേ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു യൂട്ടേൺ എടുക്കാനായിട്ട് വീണ്ടും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വന്നു. അങ്ങനെ ഇതെല്ലാം കവർ ചെയ്ത് വന്നപ്പോൾ 299 എന്നുള്ളത് 399 കിലോമീറ്ററായി. രണ്ടാമത് ഫ്യൂൽ ചെയ്യേണ്ടി വന്നു. 28 ലിറ്ററാണ് കിഡിൻ്റെ ആ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. നല്ല മൈലേജുള്ള വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഫ്ലാറ്റ് ഔട്ടായിട്ട് ഓടിച്ചിട്ടും ഏകദേശം 14.5 കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 28 ലിറ്റർ എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് തന്നെ വീണ്ടും ഒന്നുകൂടി ഫിൽ ചെയ്യേണ്ടി വന്നു. ഞാനിത് പറയുന്നത് ഒരു ഇത്തിരി കൂടി ആധികാരികമായിട്ടുണ്ട്. കാരണം 400-500 കിലോമീറ്ററിനകത്ത് 21 ദിവസം കണ്ടിന്യൂസ്ലി ഒരു 600 cc വണ്ടി ഓടിച്ചു പോയൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1000 cc വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ചീപ്പ് ത്രിൽസ് അല്ലെങ്കിൽ ആ ഒരു വിലക്കുള്ള ഫണ്ണ് എന്നുള്ള ആ ഒരു കാര്യത്തിലാണ് ഞാൻ വണ്ടി കണ്ടത്. എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ആ ഒരു എക്സൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ഫ്ലാറ്റ് ഔട്ട് ചെയ്യാൻ ഹൈവേ എന്നുള്ളതും ഇതെങ്ങനെ ഓടിക്കാം എന്നുള്ള കാര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നെ ഒരു തരത്തിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സിറ്റിയിൽ ഇപ്പോൾ AMT നല്ലതാണ്, പക്ഷേ ഷിഫ്റ്റ് പോയിൻ്റ് അത്ര മാരുതിയല്ല അല്ലെങ്കിൽ അത്ര ഹുണ്ടായല്ല എന്ന് പറയാം. അതുപോലുള്ള കാര്യങ്ങളുണ്ട്. എന്നാലും ഒരു സിറ്റി കാർ എന്ന നിലയ്ക്ക് വാങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ഒരു ഹൈവേ കാർ എന്ന നിലയ്ക്ക് ഒരിക്കലും വാങ്ങാനും പറ്റാത്തൊരു വണ്ടി എന്ന നിലയ്ക്ക് നമുക്ക് ക്ലൈംബറിനെ കാണാം. ഓക്കെ, ഇനി നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഞാൻ നാനോയുടെ കാര്യം പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള വണ്ടികൾ പറഞ്ഞ പോലെ ടേക്ക് മാനുവൽ. അതാണ് എൻ്റെ കാര്യം. മാനുവൽ ഷിഫ്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരിത്തിരി എൻഗേജിങ് ആയിട്ട് ഒന്നുകൂടി ഒരു ത്രില്ലായിട്ട് ഓടിക്കാൻ പറ്റും. അപ്പോഴും ഇവരിവിടെ ഈ ഒരു വൈപ്പറിൻ്റെ താഴെ ഒരു കൗളൊന്നും കൊടുത്തിട്ടില്ല. ബെയർ ബേസിക് ആണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രൈസിൻ്റെ ഒരു ആനുകൂല്യമുണ്ടെന്ന് പറയാം. പക്ഷേ അപ്പോഴും സെലേറിയോ പോലുള്ള അല്ലെങ്കിൽ എന്താ പറയുക എക്സ്പ്രസ്സോ പോലുള്ള വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ തോന്നില്ല. റൂഫ് റെയിലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അകത്തെ ആ ഒരു കാര്യമായിട്ട് കാണുമ്പോൾ ശരിക്കും ഈ ഫാബ്രിക് സീറ്റുകളിലേക്ക് ഇഷ്ടപ്പെട്ടു. ഇരിക്കാൻ നല്ല സുഖമുണ്ട്, യാത്ര ചെയ്യാനും രസമാണ്. അടുത്ത വണ്ടിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഗോകർണ എന്ന് പറയാം. ഇന്ന് ഓടിക്കുന്ന വണ്ടിയാണെന്ന് അറിയില്ല, സസ്പെൻസാണ്. ഇന്നാണ് ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഓടിക്കാനുള്ളത് ഈ ഒരു ട്രിപ്പിൽ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കൈഗർ CVT ടർബോ കിട്ടുന്നതാണ്. അത് കിട്ടിയാൽ കുറച്ച് ഫണ്ണായിട്ട് ഓടിക്കാം. അതല്ലെങ്കിൽ ഡ്രൈവറായാലും കുഴപ്പമൊന്നുമില്ല.
ശരിക്കും ചീപ്പ് ത്രിൽസ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് റെനോയുടെ കാറുകളുടെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് പറയാൻ പറ്റുക. കാരണം 11 ലക്ഷം രൂപയാണ് ആ ഒരു കൈഗറിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലിന് വില. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വിലയ്ക്കൊത്ത മൂല്യമുള്ള വണ്ടികൾ എന്നുള്ള കാര്യമുണ്ടോ എന്നുള്ളത് ഞാൻ അവസാന ദിവസം പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്കിനി എന്തായാലും ഗോകർന്ന് കാണാം. രണ്ടാം ദിവസം കൈഗർ ടർബോ ആണ് ഓടിച്ചത്. കൈഗർ ടർബോ എന്ന് പറയുന്നത് 2014 മോഡലിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കറുപ്പ് ഇപ്പോൾ ഒരു തീമാണല്ലോ. അപ്പോൾ സ്റ്റെൽത്ത് ബ്ലാക്ക് എന്നൊരു കളറും അതിന് റെഡ് കാലിപ്പറും 2 വരകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അകത്തൊരു ഇത്തിരി മാറ്റമായിട്ട് പറയാനുള്ളത് ശരിക്കും ആ സീറ്റിൻ്റെ അപ്പോൾസറി മാറി പുതിയ ലെതററ്റെ ഫാബ്രിക് സീറ്റ് അവർ അപ്പോൾസറി വന്നു, ലെതർ റാപ്പിംഗ് വന്നു, ബെസലെസ് ആയിട്ടുള്ള ഒരു മിറർ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരു വേരിയൻറ്റ് RXL എന്നൊരു വേരിയൻറ്റ് വന്നിട്ട് മാത്രമല്ല ഇവരുടെ ആ ഒരു ചെറിയ പേരിന് AMT എന്നുള്ളൊരു മോഡലുണ്ട്. ഇപ്പോൾ 2 മോഡലാണല്ലോ ശരിക്കും കൈഗറിനുള്ളത്. ഒന്നൊരു ടർബോ, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു എനർജി മോഡലാണ്. എനർജി മോഡൽ എന്ന് പറയുന്നത് സാധാ ആ ഒരു 1 ലിറ്ററാണ്, ഇത് 1 ലിറ്റർ ടർബോ ആണ്. അപ്പോൾ ശരിക്കും ഈ ഒരു വണ്ടി ഓടിച്ച ഒരു എക്സ്പീരിയൻസ് കൂടി പറയണം. ഇന്നലെ രാവിലെ നമ്മൾ ആ ഒരു മടികേരി കൂർഗുന്ന് എടുത്തിട്ട് കുറച്ച് ദൂരം വന്നു, ആ ഒരു ബീച്ചിൽ വന്ന് കുറച്ച് ഫോട്ടോ ഷൂട്ടൊക്കെ എടുത്തു. അപ്പോൾ ഹൈവേയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ കുറച്ച് വളവും തിരിവുള്ള റോഡുകളിൽ ഹാൻഡ്ലിംഗ് ഒക്കെ ഒന്ന് പരീക്ഷിക്കാൻ പറ്റി. ഓക്കെ, അത്ര വലിയ ഒരു കോർണർ ക്രാവറൊന്നുമല്ല, നല്ല ബോഡി റോളുണ്ട്, വലിയ വണ്ടി പോലെ തന്നെയാണ് ഓടിക്കാനായിട്ട്. പക്ഷേ റൈഡ് എടുത്തിട്ട് ഫ്ലഷ് ആയിട്ട് തോന്നി. മാത്രമല്ല ഹൈവേയിൽ എടുത്തപ്പോൾ ഇത് ടർബോ മോഡലാണ്, ഇതിനകത്ത് ആ ഒരു സ്പോർട്ട് മോഡുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്പോർട്ട് മോഡിട്ട് ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല പഞ്ചൊക്കെ തോന്നി. മിഡ് റേഞ്ച് കൊള്ളാം, ലോ എൻ്റെ ഒബ്വിയസ്ലി ആ ഒരു ടർബോ പെട്രോൾ നല്ലതായിരിക്കും. പക്ഷേ ആ ഒരു ഹൈ എൻ്റെ അത്ര കാര്യമായിട്ട് പോരാ. അതായത് എനിക്ക് തോന്നുന്നു കിഡ് ടോപ്പ് സ്പീഡിൻ്റെ കാര്യത്തിൽ ഇതിനെ ഒരിത്തിരി വെട്ടിക്കും അങ്ങനെ നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ സ്പോർട്ട് മോഡാണ് ഓടിക്കാൻ നല്ലത്. പക്ഷേ ഒരു ചെറിയ ഒരു പ്രശ്നമുള്ളത് ടർബോ പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ആ ഒരു മൈലേജിൻ്റെ ഒരു കുറവ്, അതായത് ശരിക്കും പുന്ന് കത്തിപ്പോകുന്ന കാരണം ഒരിത്തിരി മൈലേജ് കുറവ് നല്ല ചവിട്ടി പൊളിച്ച് ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഈക്കോ മോഡിൽ അത്യാവശ്യം വിലവേഷനാണ്. മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് കാറാണ് ഈ ഒരു റെനോയുടെ ഈ ഒരു വണ്ടി, അതായത് നമ്മുടെ ഈ ഒരു കൈഗർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ടർബോ എനിക്ക് തോന്നുന്നു ആ ഒരു എന്ന് പറഞ്ഞ വണ്ടി ഒരു ചെറിയ പ്രൈസിന് 5.99 ലക്ഷം രൂപ എന്നുള്ള ഒരു പ്രൈസിന് എടുക്കാൻ വലിയ പ്രശ്നമില്ല. ഈ ഒരു വണ്ടി ആകുമ്പോൾ 10,99,000 രൂപയാണ് മോഡൽ. അപ്പോൾ സാധാ വണ്ടിക്ക് AMT ഈ ഒരു മോഡലിന് CVT ആണ് ഓട്ടോമാറ്റിക്, കൂടാതെ ആ ഒരു മാനുവൽ ട്രാൻസ്മിഷനുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്ന വണ്ടികളുണ്ട് എന്നുള്ള ഒരു കാര്യമായിട്ടും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വാല്യൂ ഫോർ മണി ഫണ്ട് എന്നുള്ള നിലയ്ക്ക് കാണുന്ന വണ്ടികളാണ് ഇവയൊക്കെ എന്നുള്ളതാണ് റെനോയുടെ ഒരു USP ആയിട്ട് അവർ പറയുന്നത്. ഓക്കെ, വണ്ടി ഓടിച്ചപ്പോൾ ഇറ്റ്സ് ഓക്കെ കാര്യങ്ങളാണ്, നമുക്ക് ഓടിക്കാൻ കൊള്ളാം. ഓൺ ചെയ്യുന്ന കാര്യമെന്ന് പറയുമ്പോൾ ഒരു മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള വണ്ടിയായിട്ട് കാണാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചെറിയ വിലക്കുള്ള വണ്ടി എന്ന നിലയ്ക്ക് ഒരു ഹാച്ച് ബാഗ് എന്നൊരു അപ്ഗ്രേഡ് എന്ന നിലയ്ക്കൊക്കെ കൈഗറിലേക്ക് പോകാമെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് 3-ാം ദിവസം നമ്മൾ ഇവിടുന്ന് പോവാണ്, ഗോവയ്ക്കാണ്. ഇന്ന് മിക്കവാറും ഡ്രൈവറായിരിക്കും ഓടിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്, അതുകൂടി പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ പൂർണ്ണമാവും. ഈ റിസോർട്ട് കൊള്ളാം, നല്ല റിസോർട്ടാണ്, വലിയ സ്വിമ്മിംഗ് പൂളും വലിയ ഒരു പ്രോപ്പർട്ടി, അതായത് 54 ഏക്കർ കൊണ്ട് ഒരു പ്രോപ്പർട്ടി. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഗമ്യാമെന്നാണ്. ഇപ്പോൾ ഗോകർണം എന്ന സ്ഥലത്ത് ഗമ്യാം എന്ന് പറയുന്ന റിസോർട്ടാണ് നമ്മളുള്ളത്. ഇനി ഇവിടുന്നാണ് 3-ാം ദിവസത്തെ ആ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതാണ് കൈഗർ എന്നതിൽ ഓടിച്ച് വന്ന വണ്ടി. നമ്മൾ മാനുവലല്ല ഓടിച്ച് ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ആദ്യം കിഡ് AMT, പിന്നെ ഇത് CVT. ഇന്ന് ഡ്രൈവർ മാനുവൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 3 ട്രാൻസ്മിഷനും അങ്ങ് ഫില്ലായെന്നുള്ളതാണ്.
അവസാനം ഫൈനലി നമ്മൾ ഗോവയിലെത്തിയേക്കാണ്. ഗോവയിൽ മാരിയറ്റിലാണ്. അപ്പോൾ മൂന്നാമത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഡ്രൈവർ ഓടിക്കാനാണ്, നടന്നില്ല. അപ്പോൾ കിഡിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ ഓടിച്ചത്. പിന്നെ ഡ്രൈവറിനും കിഡിനൊക്കെ എഞ്ചിൻ 1 ലിറ്റർ ആയതുകൊണ്ട് എനിക്കത് വലിയ ഒരു പ്രശ്നമൊന്നും തോന്നില്ല. ഡ്രൈവറിൽ വന്ന മാറ്റങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ഒരു കാര്യം പറയുന്നത് ഫോൾഡിങ് മിററാണ്. ഇപ്പോൾ കൈകളിൽ നമുക്ക് ആ ഒരു ഫോൾഡിങ് മിററിന് ആ ഒരു വെൽക്കം അല്ലെങ്കിൽ ആ ഒരു ഗുഡ് ബൈ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ വണ്ടിക്ക് അല്ലെങ്കിൽ ഇതല്ല പറയുന്നത് ഡ്രൈവറിനാണ്, ഇതിനൊന്നുമില്ല. ഡ്രൈവറിന് ആ ഒരു ഫോൾഡിങ് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ESP പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വന്നു, ഒരു സ്റ്റെൽത്ത് ബ്ലാക്ക് കളർ വന്നു, ആംറസ്റ്റ് പോലുള്ള കാര്യങ്ങൾ, പുതിയൊരു ആ ഒരു എന്താ പറയുക ക്ലസ്റ്റർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ 2024 മാറ്റങ്ങളായിട്ട് കാണാവുന്ന കാര്യം. ഇപ്പോൾ ബെസൽ ഫ്രീ ആയിട്ടുള്ള ആ ഒരു മിറർ നമ്മൾ കൈകളിൽ കണ്ട് ഡ്രൈവറിൽ അതില്ല. ഡ്രൈവറിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ, ആംറസ്റ്റ് പോലുള്ള കാര്യങ്ങൾ ശരിക്കും ആ ഒരു സീറ്റിൻ്റെ മുകളിലല്ല ശരിക്കും കൈകളിലുള്ളത്. അങ്ങനെ കുറച്ച് മാറ്റങ്ങളുണ്ട്. 2024 കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും സേഫ്റ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾക്കാണ് ഒത്തിരി പ്രാധാന്യമുള്ളതെന്നുള്ള നല്ല കാര്യമായിട്ട് തോന്നി. അപ്പോൾ അതാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. സ്റ്റിൽ ഡ്രൈവർ ഒത്തിരി ദൂരം ഓടിക്കാൻ പറ്റിയില്ല എന്നുള്ള ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. കിഡ് AMT ഓടിച്ച പോലല്ല, മാനുവൽ ഓടിക്കാൻ ഒത്തിരി കൂടി ഫണ്ണുണ്ട്. അപ്പോൾ ഓടിക്കാൻ വലിയ കുഴപ്പമില്ല എന്ന് പറയാം, അതിശയോക്തിയൊന്നുമില്ല, എന്നാലും ചെറിയൊരു കാര്യമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഏത് വണ്ടി എടുത്ത് എവിടെ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കുറച്ച് കഴിയുമ്പോൾ ആ താതാത്മ്യപ്പെടുന്ന ഒരു ഫീൽ ഉണ്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ യാത്ര ഇവിടെ പൂർണ്ണമാണ്. ഏകദേശം 900 കിലോമീറ്റർ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ ടു മടികേരി ടു ഗോകർണ ടു ഗോവ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതാണ് ഈ ഒരു വീഡിയോയുടെ ചെറിയ ഒരു കാര്യം, ഈ ഒരു മൊത്തത്തിലുള്ള ആ ഒരു കാര്യത്തിൻ്റെ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം. Thank you.